കാരണം ഞാനിന്ന് നിൽക്കുന്നത് പഴയന്നൂർ പഞ്ചായത്തിൽ എളനാട് വെള്ളടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ രാജൻ ചേട്ടന്റെ പറമ്പിലാണ്. ഇവിടെ രാജൻ ചേട്ടന്റെ വാഴക്കൃഷിയാണ്. ഈ കാണുന്നതല്ല രാജൻ ചേട്ടന്റെ വാഴക്കൃഷിയാണ്. ഇന്നലെ രാത്രിയിൽ കാട്ടാന വന്ന ഈ വാഴ, ഓണത്തിന് വെട്ടാൻ ഭാഗത്ത് നിൽക്കുന്ന ഈ വാഴ നശിപ്പിച്ചു. ഈ കാണുന്നുണ്ടോ? ദേ ഇതെല്ലാം നശിപ്പിച്ച വാഴകളാണ്. ഇത് കണ്ടില്ലേ? വാഴ കൊലയാണ് കിടക്കുന്നത്. കണ്ടില്ലേ? ഇത് ഒരു 2 മാസം ഓണത്തിന് വെട്ടാൻ പറ്റുന്നുള്ള വാഴയാണിത്. അപ്പോൾ ഈ സങ്കടകരമായ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കണം. മലയോര കർഷകർ എങ്ങനെ ജീവിക്കും? ചേട്ടാ, ചേട്ടൻ ഒരു കർഷകനല്ലേ? അതെ. എത്ര വർഷം ഒരു കർഷകനായിട്ട്? ഞാൻ ഒരു 60 വർഷങ്ങളായിട്ടുണ്ട് ഈ കൃഷി ഇതായിട്ട് തൊഴിലായിട്ട്. 60 വർഷമായി ഈ കൃഷി കൊണ്ടാണ് ചേട്ടൻ ജീവിക്കുന്നത്? കൃഷി കൊണ്ട് മാത്രമാണ്, മറ്റു വരുമാന മാർഗങ്ങളില്ല. ഇല്ല. അതാരാ? മകനാണ്. മകന്റെ പേരെന്താ? അഖിൽ. അഖില് അച്ഛന് സഹായിയാണോ? അതെ. നോക്കിയേ, ഈ ഒരു കുടുംബം ജീവിക്കുന്ന ഈ കൃഷി കൊണ്ടാണ്. ഇവർക്ക് വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എങ്ങനെ ജീവിക്കും? ചേട്ടാ, എന്നാണ് ആന വന്നേ? ആന വന്നത് ഇത് ഇന്നലെ വന്നാണ്. ഇതിന് മുമ്പ് ഒരു തവണ വന്നിരുന്നു, ഒരു 20 ദിവസം മുമ്പ്. അന്ന് വന്ന് ആ പ്രദേശത്തെ മുകളിലുള്ള വാഴകളൊക്കെ നെൽമരശാക്കിയിട്ടാണ് പോയത്. അവിടെ അതിന് കൂടാതെ ഇവിടെ വന്നിട്ട് ചക്ക, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന റബ്ബർ, ഇതെല്ലാം തിന്ന് അതിനുശേഷം കാട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോ നിങ്ങളിത് അധികാരികളെ അറിയിച്ചോ? അധികാരികളെ ഞങ്ങൾ ഫോറസ്റ്റിൽ വിളിച്ചു പറയുന്നുണ്ട്. അവര് വന്നു, അന്വേഷിച്ചു, കണ്ടു, അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ ഇന്നലെ കഴിഞ്ഞതിന് അപേക്ഷ കൊടുത്തിട്ടില്ല. അത് ഇനിയിപ്പോ നാളെ മറ്റന്നാളെ പോയിട്ട് അപേക്ഷയോട് DFO അവിടെ വന്നു, സ്ഥലം സന്ദർശിച്ചു. എല്ലാ അധികാരികളും വന്നു. അപ്പൊ മോന്റെ അഭിപ്രായം എന്താ? ഈ ആന വരുന്നതിനെ കുറിച്ചുള്ള എന്താ ഭയമാണോ? കൃഷി ചെയ്യാൻ എന്താ അഭിപ്രായം? ഇപ്പൊ ആന വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആന വരുമ്പോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് ഇപ്പൊ കണ്ടത് ഓണത്തിന് വെട്ടേണ്ട കോലയാണ്. ഇത് നോക്ക്, ആനയുടെ പിണ്ടം ഉണങ്ങിയിട്ട് പോലുമില്ല. അതെ, അപ്പൊ ഇന്നലെ വന്ന് പോയ ആനയാണിത്. കണ്ടില്ലേ? ഇത് കണ്ടോ? ഈ കിടന്ന ആന പിണ്ടമാണിത്. ഈ പിണ്ടത്തിന് ഇന്നലെ വന്ന് പോയ പിണ്ടം ഉണങ്ങാത്തൊരവസ്ഥ. ഇതിന് അധികാരികൾ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം. കാരണം ടൗണിലുള്ളവരും മറ്റുള്ള ബിൽഡിങ്ങിലുള്ളവരെല്ലാം വിചാരിക്കും ഞങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യമില്ല, ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഇവിടെ ഇതുപോലുള്ള കർഷകർ കൃഷി ചെയ്ത സാധനങ്ങളാണ് നിങ്ങളുടെ മാർക്കറ്റുകളിൽ എത്തുന്നത്. ഓണത്തിന് ചിപ്സ് വറക്കാനും ചക്കര വരട്ടി വറക്കാനും ഉള്ള കായാണ് ഈ നിൽക്കുന്നത്. നാളെ രാത്രി, ഇന്ന് രാത്രി എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ കാണുന്ന മലയോര കർഷകർക്ക് വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് ഞങ്ങളുടെ റിക്വസ്റ്റാണ്, ഞങ്ങളുടെ അപേക്ഷയാണ്. കാരണം കർഷകരായ ഞങ്ങളെ പോലെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കും? ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് പാലായനം ചെയ്ത വ്യക്തിയാണ് ആന വരുന്നതിന്റെ പേരിൽ. ഈ കൃഷിനാശം ദിവസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷിക്കാരനും അയൽവാസിയുമായ രാംകുമാർ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു നാശനഷ്ടം എന്തായിരിക്കും, എത്രയായിരിക്കും? ഇദ്ദേഹം ഒരു കർഷകനാണ്, അവാർഡുകൾ ഇഷ്ടംപോലെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ചേട്ടനെ കണ്ടല്ലോ കൃഷിയുടെ അവസ്ഥ. തീർച്ചയായും. അപ്പൊ നമുക്കിതിന് എന്ത് പരിഹാരം? ഇപ്പൊ ഈ ഒരു കൊലയ്ക്ക് എന്ത് വില കിട്ടുമായിരുന്നു ഓണത്തിന് കൊടുക്കുകയായിരുന്നെങ്കിൽ? ഏകദേശം ഒരു കൊലയ്ക്ക് 1100 രൂപ പ്രകാരം കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് കുന്നംകുളത്ത് വിറ്റുള്ള രാജേട്ടന് അത് കൂടുതൽ പ്രതീക്ഷയോടെ കൃഷി ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം കൃഷി ചെയ്യുമ്പോൾ പ്രതീക്ഷയാണല്ലോ. ആ പ്രതീക്ഷ അനുസരിച്ച് കൃഷി ചെയ്തുള്ള വാഴത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ നാശനഷ്ടം വരുമ്പോൾ ഇതിന് തക്കതായ ഒരു നാശനഷ്ടം നമുക്ക് കിട്ടുന്നില്ല, ഏത് മേഖലയും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ കൃഷിക്ക് ഇൻഷുറൻസ് ചെയ്തിട്ടില്ലേ? ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തുച്ഛമായ വരുമാനത്തിന് മുകളിൽ ദിവസങ്ങൾ നടന്നിട്ടും ഇപ്പൊ ചെയ്തവർക്ക് കൊടുത്തിട്ടില്ല. അതായത് ഫണ്ട് വരുന്ന അനുസരിച്ച് കൊടുക്കും. അവിടെ A to Z വരെയുള്ള നമ്പറുകൾ കഴിഞ്ഞ ശേഷം വരുന്നതാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇതില് ഇപ്പൊ ഞങ്ങൾ അടയ്ക്കുന്നത്, ഇത് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന റവന്യൂ ഭൂമിയാണ്. ഈ റവന്യൂ ഭൂമിയിൽ ഞങ്ങൾ അധ്വാനിക്കുമ്പോൾ, ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾ അധ്വാനിക്കുമ്പോൾ, ഈ വന്യമൃഗങ്ങൾ വന്ന് ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ ആരാ? ഈ ആനയുടെയും പുലിയുടെ ഉടമസ്ഥൻ ആരാ? ഗവൺമെന്റ്.
അപ്പൊ എന്റെ നായ കടിച്ചാൽ ആ രാംകുമാറിന്റെ നായയാണ് എന്നെ കടിച്ചത്, ഞാൻ കൊണ്ട് ചികിത്സിക്കും, ഞാൻ കൊണ്ട്, അല്ലെങ്കിൽ നാട്ടുകാർ എന്നെ രക്ഷപ്പെടും, അല്ലെങ്കിൽ സർക്കാർ പിടിക്കും. അപ്പൊ ഈ നിലയ്ക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം, ഈ വന്യമൃഗങ്ങളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ്, അല്ലേ? ഇവിടുത്തെ സർക്കാരാണ് ഇതിന്റെ ഉടമസ്ഥൻ. അപ്പൊ ആ നിലയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് അവകാശി, സ്റ്റേറ്റ് ഗവൺമെന്റ് അവകാശി പറയുന്നത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്നു. പക്ഷെ അനുഭവിക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ ഇതിനൊരു മാറ്റം വരത്തൊക്കെ നിയമ വ്യത്യാസം വരണം. കാരണം ഇതിൽ നിയമം ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. വന്യമൃഗങ്ങളല്ല നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യനാണ് നിയമം അംഗീകരിക്കുന്നത്. വന്യമൃഗം ഒരു നിയമം അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അനുസരിക്കേണ്ട ആവശ്യമില്ല. അനുസരിക്കുന്നവനെ ആജ്ഞാപിക്കാം. ഇത് ആജ്ഞാപനമാണ്, ഞങ്ങളുടെ കർഷകരുടെ ആജ്ഞാപനമാണ്. അപ്പോൾ ഈ കാണുന്നെല്ലാം ഓണത്തിന് വെട്ടാനുള്ള വാഴകളാണ്. ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം പേടിയാണ്. ഇന്നലെ ആന വന്നു, ഇന്നും ആന വരുമോ എന്നുള്ളതിലാണ്. ഈ ഒരു വാഴ ഈ പരുവാക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്ത് കാണും? ചേട്ടാ, ഈ ഒരു വാഴ ഇങ്ങനെയാക്കാൻ വേണ്ടി ചേട്ടന് എത്ര കഷ്ടപ്പെട്ടു? ചേട്ടൻ എത്ര ചിലവായിട്ടുണ്ട്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നട്ടതിന് ശേഷം തൊട്ട് തുടങ്ങിയ, മുളച്ചതിന് ശേഷം തൊട്ട് തുടങ്ങിയതാണ്. അതിനിടയിൽ നമ്മൾ പയർ വിതയ്ക്കുന്നു, പിന്നെ ചാണകം, അതുപോലെ തന്നെ കോഴിക്കാട്ടം, ആട്ടിൻകാട്ടം മുതലായ ചെയ്യുന്നു. പിന്നെ അല്പസ്വല്പം കേടുവരുന്ന സമയത്ത് കീടനാശിനികൾ എന്തെങ്കിലും ചെയ്യുന്നു. ഈ ഒരു ഊന്നിന് തന്നെ 175 രൂപയ്ക്കാണ് ഈ ഊന്ന്. 175 രൂപയ്ക്കാണ് ഈ ഊന്ന്. ഞാൻ ഇവിടുന്ന് ലേലം വിളിച്ചെടുക്കുകയും ഇവിടെ എത്തുമ്പോഴേക്കും 175 രൂപയായി. ഇത് അതിനുശേഷം ഇത് ഊന്നിട്ട് പിന്നെ കൊല പൊതിഞ്ഞു കെട്ടി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടേണ്ട സമയത്താണ് ഇത് ഒരു 20 ദിവസം കൊണ്ട് ഇത് വെട്ടും. ആ സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ 20 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ആന വന്ന ഈ നാശം സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ പോലെ നോക്കി നടത്തിയൊരു വാഴയാണ് ഇത്. മാർക്കറ്റിൽ എത്തിയാൽ മാത്രമേ നമ്മളെ പോലുള്ള കൃഷി ചെയ്താൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കിട്ടുകയുള്ളൂ. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഒരു മുളക് ചെടി, ഒരു മുളക് വാങ്ങിക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നത് തൈ നട്ട് വളർത്തി. അപ്പോൾ ഈ ഒരു വാഴ ഉണ്ടാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മലയോര കർഷകരുടെ ഒരു അപേക്ഷയാണ്, മറ്റുള്ള ക്രിക്കറ്റ് കളി അങ്ങനെയുള്ള കളികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എത്ര കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത്. ഈ മലയോര കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും, കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. പണ്ട് ഞങ്ങളിവിടെ സുന്ദരമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് ഈ വനം ഇത്ര മൃഗങ്ങൾ പെരുകുന്നത്? അതിന് എന്തായാലും ഒരു പ്രതിവിധി ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന് ഒരു അപേക്ഷയാണ്, ഞങ്ങളുടെ എല്ലാ അപേക്ഷയാണ്. ഞങ്ങളിവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. കപ്പ, മാങ്ങ, ചേമ്പ്, ചേന, വാഴ ഇതെല്ലാം ഉണ്ടാക്കിയാൽ മാത്രമേ മാർക്കറ്റോട് കഴിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളെല്ലാവരും ഒന്ന് ഓർക്കണം. ആ പാടുകൾ മായുന്നതിന് മുമ്പ് വരെ ആണ്ട് വീണ്ടും വന്നു. കണ്ടില്ലേ, ഇതെല്ലാം നശിപ്പിച്ച് ആന പോയിരിക്കുന്ന വഴിയാണിത്. ഇതെല്ലാം നശിപ്പിച്ചിട്ടാണ് ആന മുമ്പോട്ട് പോയിരിക്കുന്നത്. ഇതാണ് വാഴക്കൃഷി. ഓണത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന വാഴയാണ്. കണ്ടില്ലേ, കുരങ്ങ് വന്ന് എന്തായാലും ഓണത്തിലേക്ക് കൊടുക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് വാഴ. ഇത് കണ്ടോ, ഈ വാഴയുടെ ഒറ്റ കായില്ലാത്ത പോലെ കുരങ്ങ് വന്ന് ഉരിഞ്ഞു കൊണ്ടുപോയി. അപ്പോൾ ഇനി ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലുമില്ല. ഇതല്ലേ, ഇത് വെറുതെ കുരങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി കെട്ടിയെടുത്തേക്കാ. ഇതുണ്ട്, വാഴ ഇല്ല. ഇവരെ കുരങ്ങന്മാർ വന്ന് ഉരിഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ കുരങ്ങ് ശല്യം, പന്നി ശല്യം, ആന ശല്യം, കാവൽമാടം വരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ കാവൽമാടം. മഴയാണെങ്കിലും രാത്രി ഇവിടെ ഇനി എങ്ങനെ കാവൽ കിടക്കും? ജീവനെ പേടിയില്ലേ? ഇതുണ്ട്, ഇതെല്ലാം ഓണത്തിന് കണ്ടേ, നോക്ക്, ഓണത്തിന് 2 മാസം എടുത്തു വെട്ടാം. ഓണത്തിന് വേണ്ടി ചക്കര വരട്ടിയും കായ വറുത്തുമൊക്കെ ഉണ്ടാകാനുള്ള സാധനമാണ്. നാളത്തെ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പൊതിഞ്ഞ് നിർത്തിയിട്ടുണ്ട് വാഴകളൊക്കെ. പൊതിഞ്ഞ് നിർത്തിയിട്ട് കട്ടിൽ കൊണ്ട് കിടന്നാണ് ഈ കുരങ്ങ ശല്യവും ഇതൊക്കെ. ഇനിയിപ്പോൾ എങ്ങനെ കിടക്കും ഇവിടെ? അപ്പോൾ ഇതിനൊരു വലിയൊരു പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വാഴ കണ്ടില്ലേ, പൊതിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, കുരങ്ങ് ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് ഒരു വെട്ടുന്നില്ല. കണ്ടില്ലേ, ഇത് പഴുത്ത കൊല്ലയാണ്. അപ്പോൾ പറഞ്ഞ് ചോദിക്കുമ്പോൾ കണ്ടോ, ഈ വാഴക്കൊല കണ്ടോ, ഇതിൻ്റെ ഉടമസ്ഥന് കാണിച്ചു കൊടുത്തു.
ഇത് പഴുത്ത് നിൽക്കുകയാണ്. അവർ കണ്ടതാണ്, പക്ഷെ ഞാനിപ്പോൾ കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. ചേട്ടാ, ഇത്രയും പഴുത്തൊരു കൊല ഇവിടെ നിന്നിട്ട് നിങ്ങളത് വെട്ടുന്നില്ല, എന്താണ് കാരണം? അത് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാം കുരങ്ങ് വന്ന് നിന്നു. ഇനി വരികയാണെങ്കിൽ ഇതും കൂടി തിന്നോട്ടെ, എന്നാലും മറ്റേലേക്ക് കടക്കില്ല. ആ ഒരു അതിന്റെ ഒരു ഐഡിയ ആണ് അല്ലേ? അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ. അപ്പൊ കൊള്ളാം, എന്തായാലും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും അവർക്ക് വയറിനശിന് പോകാമല്ലോ. ഓക്കെ. പൊതിഞ്ഞ് കണ്ടില്ലേ, വാഴക്കുളം എല്ലാം പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ കുരങ്ങൻ അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ കൊണ്ടുപോകും.